You are watching TV Next. നമസ്കാരം സാർ, നമ്മുടെ പാറശാലയുടെ ഒരു പുതിയ പിറവി എന്ന് വേണമെങ്കിൽ പറയാം. ബൈജു പാറശാലയുടെ നേതൃത്വത്തിൽ ഏകദേശം 20 പഞ്ചായത്തുകളിൽ നിന്നായി കേരള കോൺഗ്രസിലേക്ക് കുറച്ച് ആളുകൾ ചേർന്ന് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു അവസരത്തെയും വരുന്ന ഇലക്ഷന്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? കേരള കോൺഗ്രസ് പാർട്ടിക്ക് തീർച്ചയായിട്ടും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ക്യാമ്പ് ചരൽക്കുന്നിൽ വെച്ച് നടന്നപ്പോൾ പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ പാർട്ടി എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് കേരളമൊട്ടാകെ കേരള കോൺഗ്രസ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കുക എന്നുള്ളതാണ്. കാരണം കേരള കോൺഗ്രസിൽ നിന്ന് ഭിന്നിച്ചു കുറച്ച് ആളുകളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോട്ടയം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയം ഉൾപ്പെടെ പാർട്ടിക്ക് ലഭിച്ചപ്പോൾ സ്റ്റേറ്റ് പാർട്ടി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക അംഗീകാരം കേരള കോൺഗ്രസ് പാർട്ടിക്ക് വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. ഓട്ടോറിക്ഷ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിച്ചതുപോലെ തന്നെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ കേരളമൊട്ടാകെ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ കഴിയണം എന്ന ആഗ്രഹത്തോടെയാണ് പാർട്ടി വർക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ചെറുതും വലുതുമായ വിഭാഗങ്ങൾ നേതാക്കന്മാർ സഹപ്രവർത്തകരായി കടന്നു വരുന്നുണ്ട്. അതിൽ ഏറ്റവും അഭിമാനകരമായ കാര്യം തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയിൽ ഇന്ന് നടന്ന ഈ സമ്മേളനത്തിൽ വെച്ച് 20 പഞ്ചായത്തുകളിൽ നിന്നുള്ള സഹോദരി സഹോദരന്മാർ പ്രിയങ്കരനായ ശ്രീ ബൈജു പാറശാലയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വന്നതാണ്. വളരെ അഭിമാനകരമായ ഒരു പുതിയ പിറവി ഈ പ്രദേശത്ത് വീണ്ടും കേരള കോൺഗ്രസിന് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ 100% കറക്റ്റാണ്. അത് പാർട്ടിക്ക് ശക്തമായ മുന്നേറ്റത്തിനുള്ള അവസരം കിട്ടുകയാണ്. ഇത് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന കാര്യമാണ്. UDFന്റെ വളർച്ചയ്ക്ക് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ ഈശ്വര വിശ്വാസികളുടെയും കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും എല്ലാം ഭാഗമായി നിൽക്കുന്ന അധ്വാന വർഗത്തിന്റെ പ്രസ്ഥാനമായി നിൽക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെടുന്നത് UDFനെ ശക്തിപ്പെടുന്നത് UDFനെ വളർച്ചയിലേക്ക് നയിക്കുന്ന ഘടകമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF ശക്തി പ്രാപിക്കേണ്ടത് ഇന്ന് അനിവാര്യമാണ്. കാരണം കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ ദുർഭരണം, ആ ദുർഭരണത്തിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇന്ന് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും. ഏത് മേഖല എടുത്താലും അവിടെയെല്ലാം തകർച്ചയുടെ പാതയിലൂടെ കടന്നു പോവുകയാണ്. വികസന സ്തംഭനം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇവിടെ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് കേരളം പോകുന്നത്. അതിന്റെ കൂടെ മയക്കുമരുന്ന് മാഫിയ, മദ്യത്തിന്റെ ഒഴുക്ക്, അഴിമതി കൊടികുത്തി വാഴുന്നു, ഇങ്ങനെയുള്ള വിഷയം. അപ്പൊ ഇതെല്ലാം ഒരു പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേരള ജനതയുടെ നിലപാട് വളരെ വളരെ പ്രസക്തമായി നമുക്ക് കാണേണ്ടതാണ്. അതുകൊണ്ട് ഈ ഇടതുപക്ഷ ദുർഭരണം അവസാനിപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി UDFന്റെ സർക്കാർ അധികാരത്തിൽ വരാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് UDF നേതൃത്വം കൊടുക്കുന്ന പ്രാദേശിക ഭരണകൂടങ്ങൾ അധികാരത്തിൽ വരാനും കഴിയുന്ന വിധത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെടണം, UDF ശക്തിപ്പെടണം. ഇതെല്ലാം സഹായകരമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.